Hello students, welcome to the seventh part of our third module. So you are dealing with bending stress, right? So bending equation നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തു. എന്തായിരുന്നു ബെൻഡിങ് ഇക്വേഷൻ? M/I. എന്ന് വെച്ചാൽ എന്താ ബെൻഡിങ് മൊമെൻറ്റ് ബൈ I എന്ന് വെച്ചാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈക്വൽ ടു എന്താണ് E/R ആണ് ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് മോഡുലസ് ഓഫ് എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ബൈ ആർ എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. ബെൻഡിൻ്റെ കർവേച്ചറിൻ്റെ റേഡിയസ് ആണ് ഏത് നമ്മുടെ ന്യൂട്രൽ ആക്സിസിൻ്റെ അല്ലേ. ന്യൂട്രൽ ആക്സിസ് ബെൻഡ് ആകുന്ന കർവേച്ചറിൻ്റെ റേഡിയസ് ആണ് ആറ് ഈക്വൽ ടു എന്താണ് സിഗ്മ ബൈ വൈ അല്ലെങ്കിൽ സിഗ്മ മാക്സ് ബൈ വൈ മാക്സ് എന്നും എഴുതാം അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതി എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു സാധനം ഡിറൈവ് ഒരു ടേം, അതായത് എം ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഐ ബൈ വൈ എന്ന് എഴുതിയില്ലേ, ഐ ബൈ വൈ. ഈ ഐ ബൈ വൈനെ എന്തെഴുതി സിഗ്മ ഇൻറ്റു സെഡ് ഐ ബൈ വൈ മാക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് സിഗ്മ മാക്സ് ആയിരിക്കും. ഈ ഐ ബൈ വൈ മാക്സ് ആണെന്ത് ഐ ബൈ വൈ മാക്സ് ആണെന്ത് സെഡ് എന്ന് വെച്ചാൽ എന്താ സെക്ഷണൽ മോഡുലസ് സെക്ഷണൽ മോഡുലസ്. ഓക്കെ, വേറൊരു ടേം ഉണ്ട് എം ബൈ ഐ ഈക്വൽ ടു ഇ ബൈ ആർ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ എം ഈക്വൽ ടു എം ബൈ ഇ ഐ ഈക്വൽ ടു 1/r എന്ന് എഴുതാം അല്ലേ. ഈ ഇ ഐ എന്ന് വിളിച്ചാൽ ഇ ഐ എന്നുള്ള പ്രൊഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ വിളിക്കുന്ന പേരാണ് റിജിഡിറ്റി, മോഡുലസ് ഓഫ് അല്ലെങ്കിൽ ഫ്ലക്ഷറൽ റിജിഡിറ്റി എന്ന് പറയും. ഫ്ലക്ഷറൽ റിജിഡിറ്റി. അപ്പോൾ നമ്മൾ ടോർഷണൽ റിജിഡിറ്റി, ടോർഷൻ്റെ കേസിൽ GJ എന്ന് പറഞ്ഞാൽ GJ എന്ന് വെച്ചാൽ ടോർഷണൽ റിജിഡിറ്റി ആയിരുന്നു. ടോർഷണൽ റിജിഡിറ്റി അല്ലേ. ബെൻഡിങ്ങിൻ്റെ കേസിൽ EI, ഇവിടെ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഇൻറ്റു പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഇവിടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു നോർമൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അതെന്തായിരുന്നു ഫ്ലക്ഷറൽ റിജിഡിറ്റി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേംസ് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഡിഫറെൻറ്റ് സെക്ഷൻ്റെ സെക്ഷണൽ മോഡുലസ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ നോർമൽ ഒരു ബീം, ഓക്കെ, ഇതാണൊരു ബീമിൻ്റെ ഒരു സൈഡാണ് ഞാൻ വരക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതാണ് ബീമെങ്കിൽ ഈ സെക്ഷൻ അനുസരിച്ചിട്ടാണ് സെക്ഷണൽ മോഡുലസ് മാറുക. ബെൻഡിങ് ഉണ്ടാവുക ഇങ്ങനെയാണ്. ഓക്കെ, നമ്മൾ സെക്ഷൻ മോഡുലസ് വെച്ചാൽ ഈ സെക്ഷനാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഐ എഴുതുന്നത് എങ്ങനെയാണ്, ഈ സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ അപ്പോൾ ഞാൻ സെക്ഷൻ മാത്രം എടുത്ത് വരച്ചു. ഓക്കെ, ഞാൻ ഈ സെക്ഷൻ മാത്രം എടുത്ത് വരക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് സെൻട്രോയിഡ് ആയിരിക്കും എന്ത് നോർമൽ ആക്സിസ് അല്ല സോറി ന്യൂട്രൽ ആക്സിസ്. സെൻട്രോയിഡാണ് ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്ത് ബിയും ഡെപ്ത്ത് ഡിയും ആണെങ്കിൽ ന്യൂട്രൽ ആക്സിസ് എവിടെയായിരിക്കും? D/2 അല്ലേ, D/2. അപ്പോൾ ഐ എങ്ങനെ എഴുതാം? നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഐ കണ്ടുപിടിച്ചിട്ടുണ്ട്, BD/12 എന്നല്ലേ. ഈ ഡി എന്തായിരിക്കണം? ഡി എന്ന് വെച്ചാൽ ഡെപ്ത് ആയിരിക്കണം, ബി ബ്രെഡ്ത്ത് ആയിരിക്കണം. അപ്പോൾ ന്യൂട്രൽ ആക്സിസിനെ ക്രോസ് ചെയ്യുന്നതായിരിക്കണം D³ അല്ലേ. ന്യൂട്രൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ക്യൂബ് എടുക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ബിയും ഡി എടുക്കുന്നത് മാറിപ്പോകരുത്. ഇനിയിപ്പോൾ ഇതാണ് ബി എടുക്കുന്നതെങ്കിൽ ഇതാണ് ഡി എടുക്കുന്നതെങ്കിൽ ഐ ഈക്വൽ ടു എന്തായിരിക്കണം? DB³/12 എന്നായിരിക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, എങ്ങനെ എടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. ക്യൂബ് എടുക്കുന്നത് എപ്പോഴും ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് ന്യൂട്രൽ ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഐ കിട്ടി. നമ്മൾ വൈ മാക്സ് എങ്ങനെ കിട്ടുക? വൈ മാക്സ് എന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഏറ്റവും അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ്, ഇത് തന്നെയായിരിക്കും വൈ മാക്സ് അല്ലേ. അപ്പോൾ വൈ മാക്സ് ഈക്വൽ ടു എന്തായിരിക്കും? D/2 ആയിരിക്കും അല്ലേ. വൈ മാക്സ് D/2 ആയിരിക്കും. അപ്പോൾ സെഡ് എന്താണ്?
Z വെച്ചാൽ ഐ ബൈ വൈ മാക്സ് ആണ് അല്ലേ. ഈക്വൽ ടു ഐ എന്താ BD³ ഡിവൈഡ് ബൈ D/2 അല്ലേ. അതിൻ്റെ ആൻസർ വരാം Z ഈക്വൽ എന്ത് വരും BD³ ഇൻറ്റു 2/D വരും. അതിൻ്റെ ആൻസർ BD²/6 വരും. അപ്പോൾ Z ഇൻ കേസ് ഓഫ് എ റെക്റ്റാങ്കിൾ, ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ കേസിൽ സെക്ഷൻ മോഡുലസ് BD²/6 വരും. ഇനി ഞാനൊരു ഹോളോ റെക്റ്റാങ്കിളാണ് എടുക്കുന്നതെങ്കിൽ, ഒരു ഹോളോ സെക്ഷൻ ആണെങ്കിൽ, ഹോളോ സെക്ഷൻ എന്ന് വെച്ചാൽ എന്താ, നടുവിൽ ഹോളോ ആയിരിക്കും, മെറ്റീരിയൽ ഉണ്ടാവില്ല, മെറ്റീരിയൽ സെൻറ്ററിൽ മെറ്റീരിയൽ ഇല്ല. ഇങ്ങനെ ഒരു സെക്ഷൻ ആണെങ്കിൽ ഓക്കെ, അകത്തെ ബ്രെഡ്ത്ത് ബിയും പുറത്തെ ബ്രെഡ്ത്ത് ക്യാപിറ്റൽ ബിയും ആണെങ്കിൽ അകത്തെ ഡെപ്ത്ത് സ്മോൾ ഡിയും പുറത്തെ ഡെപ്ത്ത് ക്യാപിറ്റൽ ഡിയും ആണെങ്കിൽ ന്യൂട്രൽ ആക്സിസ് എവിടെ വരും, എന്തായാലും സെൻറ്ററിലായിരിക്കും. അപ്പോൾ ഈ ലെങ്ത് എന്തായിരിക്കും D/2 ആയിരിക്കും. ഓക്കെ, ഈ ലെങ്ത് D/2 ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ BD³/12 മൈനസ് സ്മോൾ BD³/12 ആയിരിക്കും. വൈ മാക്സ് എന്തായിരിക്കും, വൈ മാക്സ് ക്യാപിറ്റൽ D/2 ആയിരിക്കും. വൈ മാക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ D/2 തന്നെയാണ്. ഏറ്റവും പുറത്തേക്കുള്ള ന്യൂട്രൽ ആക്സിസിന് ഏറ്റവും പുറത്തെ ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണിത് വൈ മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ Z ഈക്വൽ ടു വരും, നിങ്ങൾ ചെയ്താൽ 1/6D ഇൻറ്റു BD³ മൈനസ് സ്മോൾ BD³ വരും. ഇങ്ങനെയാണ് Z വരാം. ഇനിയിപ്പോൾ ഒരു സർക്കുലാർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ സപ്പോസ് സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഡയ ഡി സ്മോൾ ഡി ആണെങ്കിൽ ഐ സർക്കുലർ ഈക്വൽ ടു എന്താണ് πD⁴/64 ആണ്. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർക്കിൾ എന്തായിരിക്കും πD⁴/32 ആണ്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും നോർമൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും തമ്മിൽ വ്യത്യാസമുണ്ട്. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ടോർഷൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ നോർമലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വൈ മാക്സ് എന്തായിരിക്കും, ന്യൂട്രൽ ആക്സിസ് എന്തായിരിക്കും, സെൻട്രലിലൂടെ പാസ് ചെയ്യും അല്ലേ. ന്യൂട്രൽ ആക്സിസ് സെൻട്രലിലൂടെ പാസ് ചെയ്യും. അവിടെ നിന്ന് പുറത്തേക്കുള്ള D/2 അല്ലേ, റേഡിയസ് ആയിരിക്കും D/2 തന്നെയാണ്. അപ്പോൾ Z ഈക്വൽ ടു πD⁴/64 ഇൻറ്റു 2/D ചെയ്താൽ πD³/32 വരും. Z ഇങ്ങനെ വരും. അതേപോലെ ഹോളോ സർക്കിൾ ആണെങ്കിലോ, ഹോളോ സർക്കിൾ ആണെങ്കിൽ ഓക്കെ, ഇത് സിമെട്രിക് അല്ല, ഇങ്ങനൊരു ഹോളോ സർക്കിൾ ആണെങ്കിൽ സപ്പോസ് ഇത് സ്മോൾ ഡി ആൻഡ് ഇത് ക്യാപിറ്റൽ ഡി ആണെങ്കിൽ ഐ എന്ന് വെച്ചാൽ π/64 ഇൻറ്റു D⁴ മൈനസ് സ്മോൾ D⁴ ആയിരിക്കും. വൈ മാക്സ് എന്ന് വെച്ചാൽ വൈ മാക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ D/2 ആയിരിക്കും. Z എന്ന് വെച്ചാൽ π/32 ക്യാപിറ്റൽ D π/32 ക്യാപിറ്റൽ D ഇൻറ്റു ക്യാപിറ്റൽ D⁴ മൈനസ് സ്മോൾ D⁴ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ സെക്ഷൻ മോഡുലസ് വാല്യൂസ് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതാണ് ഒരു പ്രോബ്ലം. ഓക്കെ, എ കാൻഡിലിവർ ഓഫ് ലെങ്ത് 2 meter fails when a load of 2 kN is applied at the free end ആണ്. ഇത് ഫ്രീ end. If the section of the beam is 40 mm into 60 mm, find the stress at the failure. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നത് ഒരു ക്യാൻഡിലിവർ ബീമാണ്. ക്യാൻഡിലിവർ എന്ന് വെച്ചാൽ ഒരു ബീം ഒരെൻഡ് ഫിക്സ്ഡ് ആയിരിക്കും,
കാൻഡിലിവർ ബീമാണ്. അപ്പോൾ ഫ്രീ എൻഡിൽ 2 കിലോ ന്യൂട്ടൺ, ഒരു പോയിന്റ് ലോഡാണ്, 2 കിലോ ന്യൂട്ടൺ എന്നുള്ളൊരു ലോഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൻ്റെ സെക്ഷൻ എന്ന് വെച്ചാൽ ഈ സെക്ഷൻ, ആ സെക്ഷൻ ഞാൻ ഇവിടെ എടുത്തു വരക്കുന്നു. ഈ സെക്ഷൻ്റെ എന്ത് തന്നിട്ടുണ്ട്, ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. 40 × 60 എന്ന് വെച്ചാൽ ബ്രെഡ്ത്ത് ആയിരിക്കും 40. ഫസ്റ്റ് വരുന്നത് 40 ആയിരിക്കും, ബ്രെഡ്ത്ത് ആയിരിക്കും. സെക്കൻഡ് വരുന്നത് എന്ത്, ഡെപ്ത് ആയിരിക്കും 60. അപ്പോൾ 40 × 60 തന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ, ലെങ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ടോട്ടൽ ലെങ്ത്ത് തന്നിട്ടുണ്ട്. എന്താ കാണേണ്ടത്, മാക്സിമം സ്ട്രെസ്, അതായത് മാക്സിമം സ്ട്രെസ് ഇറ്റ് ക്യാൻ ബെയർ, അതാണ് കാണേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ ആ സ്ട്രെസ്സിന് ഒരു മിനിമം സ്ട്രെസ്സ് കാണണം. ആ മിനിമം സ്ട്രെസ്സിൽ മാക്സിമം സ്ട്രെസ്സിൽ കൂടിയാൽ അത് എന്തായി, അത് സ്വാഭാവികമായിട്ടും അത് ഫെയിലാവും. അപ്പോൾ ആ മാക്സിമം സ്ട്രെസ് നമുക്ക് കാണാം. എങ്ങനെ കാണാം, നമ്മുടെ കയ്യിൽ നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ ഉണ്ട്. M/I = എന്താണ്, നമുക്ക് E/R വേണ്ട, സിഗ്മ, നമുക്ക് സ്ട്രെസ്സിലേ വേണ്ടത്, സിഗ്മ max/Y max ഇട്ടാൽ മതി. അല്ലെങ്കിൽ എന്താ, M = സിഗ്മ max × Z എന്നിട്ടാലും മതി അല്ലേ. കാരണം I അങ്ങോട്ട് പോയാൽ I/Y max Z ആയി. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ ഈ സെക്ഷൻ്റെ Z എങ്ങനെയാണ് കാണാം, Z വെച്ചാൽ എന്താ, ബി റെക്ടാങ്കിൾ അല്ലേ, BD²/6 അല്ലേ സെഡിൻ്റെ, റെക്ടാങ്കിളിൻ്റെ സെഡ് എന്ന് വെച്ചാൽ BD²/6. അപ്പോൾ ബി എത്രയാണ് വാല്യൂ, ബി എന്ന് വെച്ചാൽ 40 × 60² ചെയ്താൽ നമുക്ക് 2400 അല്ലേ, 30 മില്ലിമീറ്റർ ക്യൂബാണ് വരിക. ഓക്കെ, മില്ലിമീറ്റർ ക്യൂബാണ്. B × D², അപ്പോൾ ഒരു 3 ടൈംസ് ആണ് ഇത്. B മില്ലിമീറ്റർ, D² മില്ലിമീറ്റർ സ്ക്വയർ, മില്ലിമീറ്റർ സ്ക്വയർ × മില്ലിമീറ്റർ ക്യൂബ് വരും. ഇത്ര വാല്യൂ കിട്ടും സെഡ്. ഇനി നമുക്ക് എന്ത് വേണം, ശരിക്കും നമുക്ക് എന്താ കാണേണ്ടത്, സിഗ്മ മാക്സ് അല്ലേ കാണേണ്ടത്. അപ്പോൾ സിഗ്മ മാക്സ് വെച്ചാൽ എന്താ, സിഗ്മ മാക്സ് വെച്ചാൽ M/Z ആണ്, M/Z ആണ്. അപ്പോൾ Z കിട്ടി. M അറിയോ, M അറിയില്ല. മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ ആ സെക്ഷനിലെ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഇങ്ങനെയുള്ള സെക്ഷനിൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എങ്ങനെ കാണും, മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എന്ന് വെച്ചാൽ ഈ സെക്ഷൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരക്കാം. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരക്കേണ്ടി വരും. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം എങ്ങനെയാണ് വരക്കുക, ശ്രദ്ധിക്കുക. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരക്കുമ്പോൾ ഇവിടെ ഒരു സെക്ഷൻ എടുത്തു. ഓക്കെ, ലെങ്ത്ത് അറിയാം നമുക്ക്, ലെങ്ത്ത് = എത്ര, ലെങ്ത്ത് 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്തു. ഇനി ഇതിൻ്റെ ഇടയിൽ വേറെ ലോഡൊന്നുമില്ല, ഒറ്റ സെക്ഷൻ ആവശ്യമുള്ളൂ. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് വെച്ചാൽ ലോഡ് × ലോഡ്, പി ആണ് ലോഡെങ്കിൽ P × ഇതിപ്പോൾ X ആണെങ്കിൽ PX ആയിരിക്കും അല്ലേ, PX ആയിരിക്കും. അപ്പോൾ ഞാൻ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ ആക്സിസ്. ഇവിടെ ഈ ഫസ്റ്റ് എൻ്റെ X = 0, ഇത് X = L, ഇത് X = 0. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, PX അല്ലേ നമ്മളെ വാല്യൂ, PX അല്ലേ. അപ്പോൾ അറ്റ് X = 0 ബെൻഡിങ് മൊമെൻ്റ് = 0, അറ്റ് X = L, at X = L, M = P × L അല്ലേ, P × L. അപ്പോൾ അതായിരിക്കും P × L. അപ്പോൾ at X = L ആയിരിക്കും മാക്സിമം. അപ്പോൾ ഇവിടെ ഒരു മാക്സിമം, ഇതെന്താണ്, ഇത് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരക്കുമ്പോൾ താഴേക്കാണ്, ഹോഗിങ് ആണ് വരിക. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. കുഴപ്പമില്ല, ഇവിടെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് വാല്യൂ കിട്ടിയാൽ മതി. ഈ വാല്യൂ എത്രയായിരിക്കും, P × L. P × L വെച്ചാൽ P × L അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളെ ലോഡ് എത്ര, ലോഡ് 2 കിലോ ന്യൂട്ടൺ ആണ്. 2 കിലോ ന്യൂട്ടൺ എന്ന് വെച്ചാൽ 2 × 10⁻³ ലെങ്ത്ത് നമ്മൾ മീറ്ററിലാണ് എടുത്തത്. അപ്പോൾ മില്ലിമീറ്റർ, ലെങ്ത്ത് = മില്ലിമീറ്ററിൽ എടുത്താൽ 2 മീറ്റർ വെച്ചാൽ 2000. ഓക്കെ, അഗൈൻ 2 × 10⁻³ തന്നെയാണ്. അപ്പോൾ ആൻസർ കിട്ടുന്നത് 4 × 10⁻⁶ ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ്, മീറ്ററിലല്ല. കാരണം നമ്മൾ സെഡ് കണ്ടത് മില്ലിമീറ്റർ ക്യൂബിലായതുകൊണ്ട് നമുക്ക് മില്ലിമീറ്ററിൽ തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ സിഗ്മ മാക്സ് എന്ത് വരുന്നു, M/Y
എം ബൈ സെഡ് എന്നല്ലേ വരിക. 4 × 10⁻6/24 × 10⁻3. എൻ്റെ ആൻസർ വരിക 166.67 Nm²ലാണ് വരിക. കാരണം ഇത് ബെൻഡിങ് മൊമെൻറ്റ് ന്യൂട്ടൺ MM-ലാണ്, ഇത് മില്ലിമീറ്റർ ക്യൂബിലാണ്. അപ്പോൾ ഇതിലൊന്ന് ക്യാൻസൽ ചെയ്ത് 2 Nm/mm². ഇതാണ് ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ മാക്സിമം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഇതിനെക്കാട്ടിയും കൂടുതലായാൽ മതി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആ ഒരു സൈസിൽ നമുക്ക് ബീം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് ഇതിനെക്കാട്ടിയും കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായി, അത് ഫെയിലാവും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കുക. എ റെക്ടാങ്കുലർ ബീം. അഗെയിൻ ഇത് റെക്ടാങ്കുലർ ബീം തന്നെയാണ്. ഇതിൻ്റെ ഡെപ്ത് 200 ആണ്, വൈഡ് ബ്രെഡ്ത്ത് 300 mm, സിംപ്ലി സപ്പോർട്ടഡ് ഓവർ എ സ്പാൻ ഓഫ് 8 meter. അപ്പോൾ ഇതൊരു കാൻഡിലിവറിലെ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. വാട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പെർ മീറ്റർ ദ ബീം മേ ക്യാരി വിത്ത് ദ ബെൻഡിങ് സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 120 Nm/mm². സ്റ്റുഡൻസ്, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. പിന്നെ ഇതൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് വേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത് 8 meter ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്മോൾ w എന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് വാല്യൂ അറിയില്ല, ഇത് ഈ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ലോഡ് എന്തായിരിക്കും? സ്മോൾ വാല്യൂ ഇൻറ്റു ടോട്ടൽ ലോഡ് എന്തായിരിക്കും? സ്മോൾ w ഇൻറ്റു ലെങ്ത് ആയിരിക്കും. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സ് എന്തായിരിക്കും? WL. ഇത് എന്തായാലും WL/2 തന്നെ ആയിരിക്കും. കാരണം ഇത് യൂണിഫോംലി സപ്പോർട്ടഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡല്ലേ. അപ്പോൾ ഇതിൻ്റെ ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്തായാലും സെൻട്രോയിഡ് തന്നെ ആയിരിക്കും. നമ്മൾ യൂണിഫോംലി വേരിയിങ് ലോഡാണെങ്കിൽ നമ്മൾ X/L/3 യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണെങ്കിൽ L/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് WL/2 ആയിരിക്കും, ഇതും WL/2 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ കാണേണ്ട മെത്തേഡുകൾ അറിയാം. നമുക്ക് ഇതിൽ മാക്സിമം നമ്മൾ ഇക്വേഷൻ എന്താണ്? M/I = σmax/Ymax, അല്ലെങ്കിൽ M = σmax × Z. ഇവിടെ Z എന്താണ്? VD²/6 തന്നെയാണ്. B എത്ര? 300 ആണ്. × 200²/6 ചെയ്താൽ 2 × 10⁻6 mm³ വരും. 2 × 10⁻6 mm³ വരും. അപ്പോൾ നമുക്ക് എന്താ അറിയാം? M = σmax/Z. അപ്പോൾ σmaxും ഉണ്ട്. നമ്മുടെ σmax × Z ആണ്, × Z ആണ്. ഈ σmax എത്ര? 120 Nm/mm² ആണ്. Nm/mm² Z എത്ര? Z എന്ന് വെച്ചാൽ 2 × 10⁻6 mm³ ആണ്. ഇത് കട്ട് ചെയ്ത് പോയാൽ ഇതൊന്നുണ്ടാവും, ഇത് കട്ടാവും. അപ്പോൾ 120 × 2 240 240 × 10⁻7 Nm ഉണ്ടാവും. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. പക്ഷേ നമുക്ക് കാണേണ്ടത് എന്താണ്? സ്മോൾ w ആണ് കാണേണ്ടത്. എത്ര യൂണിഫോം ലോഡ് കൊടുക്കണം എന്നാണ് കാണേണ്ടത്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് നമ്മളെന്ത് തിരിച്ച് സ്മോൾ w കാണും. അപ്പോൾ സ്റ്റുഡൻസ്, നമുക്കറിയാം ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂണിഫോം ലോഡ് വന്നാൽ എങ്ങനെയാണ് ബെൻഡിങ് മൊമെൻറ്റ് കാണാം? എങ്ങനെ കാണും? സപ്പോസ് ഇത് ഞാനൊരു യൂണിഫോം, ഓക്കെ, ഇപ്പോൾ ഇത് W ആണ്, ഇത് WL/2 ആയിരിക്കും, ഇതും WL/2 ആയിരിക്കും, ഇത് സ്മോൾ w ആയിരിക്കും അല്ലേ. ഈ സ്മോൾ w ആണെങ്കിൽ ഞാൻ ഇവിടെ ഒരു സെക്ഷൻ എടുത്തു. ഓക്കെ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് x ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ബെൻഡിങ് മൊമെൻ്റാണ് വരക്കുന്നത്. ബെൻഡിങ് മൊമെൻ്റ് ഇവിടെ L ×
സോറി സ്മോൾ ഡബ്ല്യു ഇൻറ്റു എക്സ് ആയിരിക്കും ലോഡ്. അത് ആക്ട് ചെയ്യുന്ന പോയിന്റ് എത്രയായിരിക്കും? x/2 ഇൻറ്റു x/2 അല്ലേ. ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ഇൻറ്റു എക്സ് ഇത്രയായിരിക്കും ടോട്ടൽ ലോഡ്. അത് ഇൻറ്റു ആ ഡിസ്റ്റൻസ് വേണ്ടേ, അതായിരിക്കും x/2. അപ്പോൾ x²/2 ആണെന്ത്? x²/2 ആണെന്ത്? എന്ത്? നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ആണോ? അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയോ? ഇല്ല. കാരണം ഈ ഡബ്ല്യു കുറേ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡബ്ല്യു ഉണ്ടാക്കുന്നത് ഒരു എന്താണ്, ഹോഗിങ് ആണ്. ഹോഗിങ് അല്ലേ, ഹോഗിങ് ആകുമ്പോൾ മൈനസ്. പക്ഷേ ഈ WL/2 എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു മൊമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്, സാഗിങ് ആയിരിക്കും. അപ്പോൾ അത് എത്ര വരും? ഈ WL/2 എന്നുള്ള ലോഡ്, സ്മോൾ WL/2 എന്നുള്ള ലോഡ് എക്സ് ഡിസ്റ്റൻസിൽ ഉണ്ടാക്കുന്നത് WL/2 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഇത് ടോട്ടലാണ് എന്ത്? ബെൻഡിങ് മൊമെൻറ്റ് അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് ഇത് ടോട്ടലാണ്. നോക്കുക, അങ്ങനെ ഒരു ടോട്ടൽ വന്നാൽ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്തായിരിക്കും? ഡബ്ല്യു ഓക്കെ എക്സ് ഈക്വൽ ടു 0 തന്നെ ആയിരിക്കും. അറ്റ് എക്സ് ഈക്വൽ ടു 0 എം ഈക്വൽ ടു 0 തന്നെ ആയിരിക്കും. അറ്റ് എക്സ് ഈക്വൽ ടു എൽ എന്തായിരിക്കും? എം ഈക്വൽ ടു എന്താ? ഡബ്ല്യു സ്മോൾ എൽ ആണ്, നമ്മൾ സ്മോൾ എൽ അവിടുത്തെ. അപ്പോൾ WL²/2 മൈനസ് W അഗെയിൻ L²/2 തന്നെയാണ്. അപ്പോൾ അതും 0. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെയും 0 ഇവിടെയും 0, പക്ഷേ ഇതൊരു x² ടേമാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? പെരാബോളിക് ആയിരിക്കും അല്ലേ. പെരാബോളിക് ആണെങ്കിൽ അതെങ്ങനെ വരും? അപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ അത് ഹൈ ആവുന്നുണ്ട്, അത് സെൻറ്ററിലായിരിക്കും അല്ലേ. അപ്പോൾ L/2 നോക്ക്, അറ്റ് എക്സ് ഈക്വൽ ടു L/2. അപ്പോൾ മാക്സിമം വരിക അവിടെ ആയിരിക്കും. L/2 ഇൻറ്റു L/2 മൈനസ് WL/2² അല്ലേ. എക്സിന് L/2 കൊടുത്തു. അപ്പോൾ ഇത് എന്ത് വരും? WL²/4 മൈനസ് WL²/8. അപ്പോൾ ഈ ആൻസർ WL²/4 എന്ന് വെച്ചാൽ 2/8. ഓക്കെ ഇത് എന്ത് വരും? ഈക്വൽ ടു എന്ത് വരും? സ്മോൾ W L²/8 എന്നുള്ള ആൻസർ വരും. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം വരുന്നത് WL²/8 ഓക്കെ, ശ്രദ്ധിക്കുക. പക്ഷേ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമത്തിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് എത്ര കിട്ടി? നമുക്ക് ഓൾറെഡി 240 × 10⁻⁷ കിട്ടിയില്ലേ? 240 × 10⁻⁷ കിട്ടി. അതെന്തായിരിക്കും? W ഇൻറ്റു L²/8 ആണ്. അതിൽ L എന്നുള്ളത് എത്ര? എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? ലെങ്ത്ത് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 8 മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 240 × 10⁻⁷ ഈക്വൽ ടു 8 മീറ്റർ ആണ്. നമ്മൾ ഇത് കിട്ടിയത് മില്ലിമീറ്ററിലാണ്. അപ്പോൾ സ്മോൾ W ഇൻറ്റു 8 മീറ്ററിന് 8 × 10⁻³ ഹോൾ സ്ക്വയർ ബൈ 8. ആണ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ സ്മോൾ W ഈക്വൽ ടു അറൗണ്ട് 30 ഓക്കെ 3 × 10⁻⁴ ന്യൂട്ടൺ. സോറി ഇതിൻ്റെ വാല്യൂ നമുക്ക് വരിക, 240 × 10⁻⁷ 240 × 10⁻⁷ ഇൻറ്റു ഒരു 8 എന്തായി? 8 കട്ടായി. അപ്പോൾ ഒരു 8 ബാക്കിയുണ്ട്. ഡിവൈഡ് ബൈ 10⁻⁶. ഡിവൈഡ് ബൈ 8 × 10⁻⁶ വരും. അപ്പോൾ ഇതൊരു 10 ബാക്കിയായി. ഇവിടെ ഒരു 3 ബാക്കിയായി. 300 Nm അല്ലേ വരിക അല്ലേ? കാരണം നമ്മളെല്ലാം MM എടുത്ത് 300 Nm എന്ന് വെച്ചാൽ 3
MM മീറ്റർ ആക്കണമെങ്കിൽ ഓക്കെ, MM മീറ്റർ ആക്കി കഴിഞ്ഞാൽ ഒരു MM ഇപ്പോൾ ഒരു ഈക്വൽ ടു 300 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ വരും. ഓക്കെ, അല്ലെങ്കിൽ 30 കിലോ ന്യൂട്ടൺ വരും. അപ്പോൾ കാൽക്കുലേഷൻ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചെറിയ എറർ വന്നിട്ടുണ്ടാവാം. ഓക്കെ, കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. മെത്തേഡ് ഇതാണ്, ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലോഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം, ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. എ ടിമ്പർ ബീം ഓഫ് rectangular section is to support a load of 20 kN uniformly distributed over a span of 3.6 when beam is simply supported. നമ്മുടെ ബീം ഒരു ടിമ്പർ ബീമാണ്. ഓക്കെ, ഈ ടിമ്പർ ബീം യൂണിഫോംലി സപ്പോർട്ടഡ് ആണ്. യൂണിഫോംലി അല്ല, എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ലോഡ് 20 kN യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സ്പാൻ ഓഫ് 3.6. അതായത് സ്മോൾ ഡബ്ല്യു ആണ്, യൂണിഫോംലി UDL ലോഡാണ്. ഓക്കെ, UDL ലോഡിൻ്റെ വാല്യൂ തന്നെയാണ് 20 kN. ടോട്ടൽ 20 kN എന്നാണ് പറഞ്ഞത്. ടോട്ടൽ 20 kN പെർ എത്ര, 3.6 മീറ്റർ. അപ്പോൾ ലോഡ് ഇങ്ങനെയാണ് എടുക്കേണ്ടത്, 20/3.6 ആണ്. വെറുതെ 20 kN ഡയറക്റ്റ് എടുത്തേക്കല്ല, കാരണം UDLൻ്റെ യൂണിറ്റ് കിലോ അല്ല. UDLൻ്റെ യൂണിറ്റ് വെച്ചാൽ ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ആണ്. ഫോഴ്സ് ബൈ ലെങ്ത് തന്നെ ആയിരിക്കണം. അതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ. നിങ്ങൾ എടുത്ത് ചാടി ഓക്കെ വാല്യൂ തന്നിട്ടുണ്ട്, സ്മോൾ ഡബ്ല്യു 20 എടുത്തു കഴിഞ്ഞാൽ തെറ്റി, 20 kN എടുത്തു കഴിഞ്ഞാൽ തെറ്റി. ഓക്കെ, അപ്പോൾ 20 kN ടോട്ടൽ ലോഡാണ്. അപ്പോൾ യൂണിഫോം ലോഡ് എന്താണ്, 20/3.6 ആണ്. സ്മോൾ ഡബ്ല്യു ഈക്വൽ ടു 20/3.6 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും, സ്വാഭാവികമായിട്ട് ഇത് ഫുള്ളായിട്ടുള്ളതുകൊണ്ട് WL/2 തന്നെ ആയിരിക്കും. WL/2 തന്നെ ആയിരിക്കും എന്ത്, റിയാക്ഷൻ ലോഡ്. നമുക്ക് വേറെ എന്ത് തന്നിട്ടുണ്ട്, ഇഫ് ദ ഡെപ്ത് ഓഫ് ദ സെക്ഷൻ ഈസ് ടു ബി ട്വൈസ് ദ ബ്രെഡ്ത്ത് D = 2B. അപ്പോൾ ബിയും ഡിയും തന്നില്ല, നമ്മൾ സെക്ഷനാണ് കണ്ടത്. സെക്ഷൻ്റെ ലെങ്ത്, അതായത് ഈ ബീം ഡിസൈൻ ചെയ്യാൻ വേണ്ടത്. ബീം ഡിസൈൻ ചെയ്ത് ബീമിൻ്റെ ഡയമെൻഷൻ കാണുന്നതാണ് നമ്മൾ ബീം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്ഷൻ കാണുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദ സ്ട്രെസ് ഇൻ ദ ടിമ്പർ ഈസ് നോട്ട് എക്സൈസ്. സിഗ്മ മാക്സ് എന്തായി, 7 N/mm² തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ദ ക്രോസ് സെക്ഷൻ. വേറെ എന്ത് തന്നിട്ടുണ്ട്, ലോഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കാണാം, സെക്ഷനാണ് കണ്ടത്. സെക്ഷൻ കാണണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ M = സിഗ്മ മാക്സ് ഇൻറ്റു സെഡ് എന്നുണ്ട്. ഇപ്പോൾ സിഗ്മ മാക്സ് അറിയാം, സെഡ് നമുക്കറിയില്ല, സെഡ് അൺനോൺ ആണ്. M നമുക്ക് കാണാം. എങ്ങനെ M കാണാം, കാരണം ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഞാൻ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. എന്താ, അറ്റ് L/2 മാക്സിമം ലോഡ് വരുന്നത്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് WL²/8 ആണ്. സ്മോൾ WL²/8 ആണ്. അപ്പോൾ തൊട്ട് മുന്നേ കണ്ടുവെച്ചോണ്ട് നമുക്ക് എളുപ്പമായി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ കേസ്, നമ്മളിപ്പോൾ 6 ഡിഫറെൻറ്റ് കേസ് പഠിച്ചില്ല. ഒന്ന് ക്യാൻഡിലിവറിൻ്റെ കേസിൽ പിന്നെ യൂണിഫോം ലോഡ്, പോയിന്റ് ലോഡ്, യൂണിഫോംലി വേരിയിങ് ലോഡ്, ആ 3 കേസിലും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേസ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മാക്സിമം വാല്യൂ ഓരോരോ ഇക്വേഷൻ ഉണ്ടാവും. ആ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായി. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ പ്രോബ്ലത്തിനും എഴുതേണ്ടി വരും. അതേപോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ 3 കേസുണ്ട്, പോയിന്റ് ലോഡ്, യൂണിഫോം UDL, UVL. അതിൻ്റെ കേസിലൊക്കെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ്, അത് എവിടെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് ഈ പ്രോബ്ലങ്ങൾ, അതായത് ബെൻഡിങ് ഇക്വേഷൻ വരുന്ന പ്രോബ്ലങ്ങളിൽ ബെൻഡിങ് മൊമെൻറ്റ് കാണുന്നത് എളുപ്പമായി. അപ്പോൾ ഇത് ഓൾറെഡി WL²/8 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ W എന്താണ്, 240 kN അല്ലേ നമ്മളെ, 240 അല്ല 20 ആണ്,
20 കിലോ ന്യൂട്ടൺ എന്ന് 20 × 10⁻³ കിലോ ന്യൂട്ടൺ ബൈ L² 3.6 ആണ്. L 3.6 ആണ്. ഇൻറ്റു L² എന്താ 3.6 ഹോൾ സ്ക്വയർ ബൈ 8. അപ്പം ഇതിൻ്റെ വാല്യൂ നമുക്ക് വരിക M = 9000 ന്യൂട്ടൺ മീറ്റർ ആണ് വരിക. കാരണം 3.6 നമ്മൾ സ്മോൾ L = 3.6 മീറ്റർ ആണ് എടുത്തത്. ഓക്കെ, ഇത് ന്യൂട്ടൺ മീറ്ററിൽ തന്നെ വരും. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൽ ഈ ഇക്വേഷനിൽ നമുക്ക് Z ആണ് അറിയാത്തത്. അപ്പോൾ Z = M/σmax ഉണ്ടല്ലോ. അപ്പോൾ 9000 ന്യൂട്ടൺ മീറ്റർ ബൈ സിഗ്മ മാക്സ് എന്താണ്? സിഗ്മ മാക്സ് 7 Nm/mm² ആണ്. 7 Nm/mm² ആണ്. അപ്പോൾ ഇത് മില്ലിമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 9000 × 10⁻³ ന്യൂട്ടൺ മില്ലിമീറ്റർ ആക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് സിഗ്മ മാക്സ് Nm/mm² തന്നെ ഇടാം. ഇത് ന്യൂട്ടൺ മില്ലിമീറ്റർ, ഇത് 7 Nm/mm² ആയി. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു mm³ അല്ലേ? ഇത് കിട്ടുന്ന വാല്യൂ ഈസ് ഓൾമോസ്റ്റ് എത്ര വരും? ഓക്കെ, ഇതിങ്ങനെ തന്നെ വെക്കാം. ഒരു 9/7 × 10⁻6 mm³ എന്ന് വെക്കാം. ഇതിങ്ങനെ വെച്ചോ. സോ ഇത്ര വാല്യൂ ആണ്. നമുക്ക് Z എന്താണ്? ഇത് ഈ ടിമ്പറിൻ്റെ സെക്ഷൻ എന്താണ്? പിന്നെ റെക്റ്റാങ്കിൾ തന്നെ അല്ലേ? അപ്പോൾ Z = നമുക്ക് BD² 6 തന്നെയാണല്ലേ? അപ്പോൾ പക്ഷേ നമുക്ക് ഇക്വേഷനിൽ D = 2B എന്നുണ്ട്. D = 2B എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Z = എന്തായി? B × 2B² / 6 എന്ന് വെച്ചാൽ 4B³ / 6 എന്ന് കിട്ടി, അല്ലെങ്കിൽ 2B³ / 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 2B³ / 3 എന്താണ്? അപ്പോൾ ഇതെന്താ? 2B³ / 3 = എന്താണ്? 9/7 ആയി. 2B³ / 3 = 9/7 × 10⁻6. അപ്പോൾ B³ എന്ത് വരും? 3 × 9 × 10⁻6/7 × 2. ഓക്കെ, അപ്പോൾ ഇത് ഓൾമോസ്റ്റ് 1.92 × 10⁻6 വരും. അപ്പോൾ B നമുക്ക് എന്ത് കിട്ടി? ക്യൂബ് റൂട്ട് എടുത്താൽ ക്യൂബ് റൂട്ട് ഓഫ് 1.92 × 10⁻6 ചെയ്താൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. 124.5 അറൗണ്ട് 124.5 mm ആൻസർ വരും. അപ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് കിട്ടി, പക്ഷേ ഡെപ്ത് എന്താണ്? 2 times ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ അത് എന്ത് കിട്ടും? 120, 248, 249 mm അടുത്ത് വരും. അപ്പോൾ നമ്മുടെ സെക്ഷൻ എന്തായിരിക്കണം? നമ്മുടെ ബീമിൻ്റെ സെക്ഷൻ്റെ ഡയമെൻഷൻസ് വെച്ചാൽ ഇത് 124.5 ആണെങ്കിൽ ഇത് 249 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സെക്ഷനാണ് നമ്മൾ ഈ കേസിൽ ഡിസൈൻ ചെയ്യേണ്ട സെക്ഷൻ. അങ്ങനെയാണ് നമ്മൾ സെക്ഷൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിലാണ് WL² 8 കിട്ടി. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ച് കണ്ടുപിടിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കേസിലും നമ്മൾ 6 കേസുകളാണ് പഠിച്ചത്. ബെൻഡിങ് മൊമെൻറ്റ് കാൻഡിലിവറിൻ്റെ കേസിൽ 3 കേസ്, സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിൽ 3 കേസ്. അപ്പോൾ ടോട്ടൽ 6 കേസിലും മറ്റേ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ബൈ ഹാർട്ടാക്കി വെച്ചാൽ കൂടുതൽ എളുപ്പം, നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ, കാരണം നിങ്ങൾ മെത്തേഡുകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ അതാണ് നമ്മൾ അതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സ് ഡയഗ്രാമൊക്കെ വരക്കാൻ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് അതിൽ മാർക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഡയഗ്രാം വരച്ച് കണ്ടുപിടിച്ച് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും.
നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി നിങ്ങളത് മൂന്നും അല്ലെങ്കിൽ ഞാനതൊരു അസൈൻമെൻ്റ് ആയിട്ട് തരാം. ഓക്കെ, അത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് എഴുതുക, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. താങ്ക് യു. അപ്പോൾ ഈ തേർഡ് മൊഡ്യൂളിൽ ഇനി ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ബാക്കിയുള്ളത്. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ബീംസ്. അതായത് ബെൻഡിങ് മൊമെൻറ്റ് ആക്ട് ചെയ്യുമ്പോൾ ജനറേറ്റ് ആവുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ, അതിൻ്റെ ഇക്വേഷനും അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനൊക്കെ കാണുന്ന 2 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ഈ മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.